ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശ്രദ്ധക്കായി മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത രണ്ടാമത്തെ കാര്യം, ഇവിടെ പറയുന്ന ചെറുപ്പക്കാരാരായാലും പ്രിയപ്പെട്ട മാതാവിന്റെ പിതാവിന്റെ പൊരുത്തം കിട്ടിയിട്ടായിരിക്കണം ഇവിടെ പറഞ്ഞു പോകേണ്ടുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ പാവപ്പെട്ട മാതാപിതാക്കള് പ്രിയപ്പെട്ട മക്കളുടെ ക്രൂരമായിട്ടുള്ള മർദ്ദനമേറ്റുകൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് നമ്മുടെ കടുവപ്പള്ളിയുടെ പരിസരങ്ങളിൽ പോലും എത്ര ഉപ്പമാരാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജീവിക്കുന്നത്. ഉപ്പായും ഉമ്മായും എന്നുള്ള വിഷയം പറയാനുള്ള സമയം നമുക്ക് ഇവിടെ ഇല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, രക്ഷ വേണോ? ഇവിടെയും ആരുടെ മണ്ണിലും രക്ഷ വേണമെന്നുണ്ടെങ്കിൽ ചെറുപ്പകാലത്ത് നമ്മൾ ആരോഗ്യമുള്ളപ്പോൾ തന്നെ നമ്മുടെ ഉപ്പാക്ക് വേണ്ടി നമ്മുടെ ഉമ്മാക്ക് വേണ്ടി സേവനം ചെയ്യുന്ന മക്കളായിട്ട് മാറണം. കൂട്ടുകാർക്ക് നമ്മൾ കൊടുക്കുന്ന സ്ഥാനം നമ്മുടെ ഉമ്മാക്കൊന്നും കൊടുക്കൂല, അല്ലേ? കൂട്ടുകാരെ ഒന്ന് വിളിച്ചാൽ ഉടൻ തന്നെ ഓടിപ്പോകാൻ. ഉദാഹരണം, നമ്മുടെ വീട്ടിൽ നല്ലൊരു പശുവുണ്ട്. ആ പശുവിന് ഒരു രോഗം വന്നാൽ പെട്ടെന്ന് അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇൻജക്ട് ചെയ്യും. എന്തുകൊണ്ടാ? പശു നമുക്ക് നല്ലതുപോലുള്ള പാല് തരും, അതിനെ കൊണ്ട് ഉപയോഗമുണ്ട്. ഈ വയസ്സായ തള്ളയെ കൊണ്ട്, വയസ്സായ പിതാവിനെ കൊണ്ട് എന്തുപകാരം? ഇത് ചിന്തിക്കുന്ന എത്ര മക്കളാണ് നിന്റെ ഭൂമി ലോകത്തുള്ളത്? ഇവരെ ഇനി എത്ര നോക്കിയിട്ടും കാര്യമില്ല, ഇവരെ ചികിത്സിച്ചിട്ട് കാര്യമില്ല. എന്നാൽ എന്റെ ചെറുപ്പക്കാരാ, നീയും ഞാനുമൊക്കെ മക്കളായിരിക്കുമ്പോ അവരുടെ മടിനിൻ്റെതായിട്ടുള്ള ബാത്റൂം ആക്കുമ്പോ ഉപ്പാന്ന് ഉമ്മാന്ന് വിളിച്ചുകൊണ്ട് അവരുടെ പുറത്ത് ചാടിക്കിടക്കുമ്പോ, പ്രിയപ്പെട്ട സഹോദര, നമ്മൾ ചിന്തിച്ചോ? അല്ലാഹു അന്ന് അവരെന്നെ എടുത്തു വളർത്തി, ഇന്നിപ്പോൾ ഞാൻ അവരെ പുറങ്കാല കൊണ്ട് ചവിട്ടിത്തള്ളുകയാണ് എന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അതുകൊണ്ട് എന്റെ യുവാക്കളോട് പറയുകയാണ്, ഉപ്പയും ഉമ്മയും സ്വർഗത്തിന്റെ കവാടങ്ങളാ. യുവത്വക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയാ, എടാ, നിന്റെ യുവത്വം ഉള്ളപ്പോ നിന്റെ ആയുസ് നിന്റെ ഉപ്പാക്ക് വേണ്ടി നിന്റെ ഉമ്മാക്ക് വേണ്ടി ചിലവഴിക്കാൻ മാറ്റണം. നിന്നെ കൂട്ടുകൂടുന്ന കൂട്ടുകാരനിക്കല്ല സമയം മാറ്റിവെക്കേണ്ടുന്നത്. ഇത് ഷമീർ ഇങ്ങനെ വെറുതെ വിളിച്ചു പറയല്ല. മദീനയുടെ മണവാളനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ടാണ് നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞത്? ഉമ്മ ഒരിക്കലും മോനെ നീ ഇവിടെ നിന്ന് വഴിതെറ്റിപ്പോണോന്ന് പറയൂല. ഉമ്മ ഉപദേശിക്കും, ഉപ്പ ഉപദേശിക്കും. ഇത് കേൾക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. നമുക്ക് നമ്മുടെ കൂട്ടുകാരാണ്. ഉപ്പയെക്കാളും ഉമ്മയെക്കാളും ഏറ്റവും വലിയ വലുത് ആവാൻ പാടില്ല. എന്തിനേറെ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബാക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വഹാബാക്കളെ, നമുക്കതാ കുറച്ച് വിദേശികളുണ്ട്, അവരെ വന്ന് സന്ദർശിക്കാൻ പോകണം. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് കേട്ടുകൊണ്ട് സ്വഹാബാക്കൾ പറഞ്ഞു, അതേ നബിയേ, അവരാരാണെന്ന് പറയുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാക്കളെ, അവര് മറ്റാരുമല്ല, എന്നോടൊപ്പം നിങ്ങൾ കടന്നു വന്നാലും മതിയെന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് സ്വഹാബാക്കളെയും കൂട്ടിയിട്ട് കടന്നു പോയത് ഒരു ആരും ചെന്ന് ചേരാത്തൊരു ശ്മശാനത്തിലാണ്. സ്വഹാബാക്കളെയും കൂട്ടിക്കൊണ്ട് കടന്നു പോയത് ആരുടെ മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിൽ ആളുകളെ കുഴിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. സ്വഹാബാക്കൾ ചോദിച്ചു, നബി, ഇത് ഏതിലേക്കുള്ള വഴിയാ? ഇതാണ്, ഇവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലും സ്വഹാബാക്കൾ നടന്നു പോകുമ്പോ നബി തങ്ങൾ പെട്ടെന്ന് നിന്നു. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്നുകൊണ്ട് വല്ലാതെ മുഖം ചുമക്കുകയാണ്. സ്വഹാബാക്കൾ ചോദിച്ചു, നബിയേ, എന്തിനാണ് അവിടുന്ന് വല്ലാതെ വേദന ഉള്ള മുഖത്തോടുകൂടി കരയുന്ന മനസ്സോടുകൂടി നിൽക്കുന്നത്? നബിയേ, അത് താങ്ങാനുള്ള കരുത്ത് പാവപ്പെട്ട നമുക്കില്ല നബിയേ, ഇല്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാക്കളെ, ഈ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യനില്ലേ, വേദന അനുഭവിച്ചുകൊണ്ട് കിടക്കുകയാണ്, ബുദ്ധിമുട്ടിൽ കിടക്കുകയാണ്, കഷ്ടപ്പാടിൽ കിടക്കുകയാണ്. സ്വഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്ത് ശിക്ഷയാണ് അനുഭവിക്കുന്നത്? എന്ത് ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബത്തെ, ഈ ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നപ്പോ ഉമ്മാനെ വെറുപ്പിച്ച മകനാണ് സ്വഹാബാക്കളെ. അതുകൊണ്ട് പടച്ചു തമ്പുരാ, ആരുടെ മണ്ണാകുന്ന ഖബറില്ലേ, ഓ ഖബറിന്റെ ഉള്ളിൽ അല്ലാഹു തആല കൊടുത്തിട്ടുള്ള ശിക്ഷയാണ്. അതുകൊണ്ട് സ്വഹാബാ, ഈ ചെറുപ്പക്കാരന്റെ മാതാവ്
ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തിരക്കിയിട്ട് വരിക, ഉണ്ടെങ്കിൽ വിളിച്ചു കൊണ്ടുവരാ. ഒരു സ്വഹാബിയെ പറഞ്ഞു വിടുമ്പോ സ്വഹാബി വന്നുകൊണ്ട് പറയുന്നു, നബിയെ ജീവിച്ചിരിപ്പുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞെങ്കിലും വരാൻ പറയണോ. പാവപ്പെട്ട ഉമ്മാനെ വിളിച്ചു കൊണ്ടുവരികയാണ്. അവിടെ നിന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമ്മാ ഈ കബറിന്റെ ഉള്ളിൽ കിടക്കുന്നതാരാ? അവിടെ നിന്ന് പറഞ്ഞു, നബിയേ അതെന്റെ മകനാണ് നബിയേ, മകനാണ് നബിയേ. മുസ്തഫ നബി തങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ പൊന്നുമകനോട് നിങ്ങൾക്ക് കരുണയില്ലേ ഉമ്മ? കരുണയില്ലേ ഉമ്മ, കരുണയില്ലേ? അവിടെ നിന്ന് പറഞ്ഞു, നബിയേ ഇവനിക്ക് ഞാൻ കരുണ കാണിക്കൂല. ഇവനിക്ക് ഞാൻ ഇവിടെ പറഞ്ഞു പോയാൽ ഇവനിക്ക് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കൂല നബിയേ. ഇവൻ എന്നെ വഞ്ചിച്ചവനാണ് നബിയേ, എന്നെ ചതിച്ചവനാണ് നബിയേ, ചതിച്ചവനാണ് നബിയേ. ഇവന്റെ യുവത്വകാലത്തന്നെ പുറങ്കാലുകൊണ്ട് ചവിട്ടി തള്ളിയവനാണ് നബിയേ, ചവിട്ടി തള്ളിയവനാണ് നബിയേ. അതുകൊണ്ട് എന്റെ ഈ കബറിൽ കിടക്കുന്ന മകനുക്ക് ഒരിക്കലും പൊരുത്തപ്പെട്ടു കൊടുക്കൂല, ഒരിക്കലും പൊരുത്തപ്പെട്ടു കൊടുക്കൂല റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഈ കാണുന്ന കബറിലേക്ക് നിങ്ങളുടെ ചെവിയെന്ന് വെക്കുമ്മ, നിങ്ങളുടെ കാതെന്ന് വെക്കുമ്മ, വെക്കുമ്മ. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് കേട്ടുകൊണ്ട് ഓ പ്രിയപ്പെട്ട മാതാവ് വയസ്സായ വടിയും പിടിച്ചുകൊണ്ട് കടന്നു വന്ന പ്രിയപ്പെട്ട മാതാവെന്ന് ചെവി വെക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഓ പൊന്നുമോന് കബറിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറയാ, രക്ഷപ്പെടുത്തണം ഉമ്മ, രക്ഷപ്പെടുത്തണം ഉമ്മ, രക്ഷപ്പെടുത്തണം ഉമ്മ. എന്റെ ഉമ്മാനെ കുറ്റം പറഞ്ഞു പോയുമ്മ, എന്റെ ഉമ്മാനെ ചീത്ത വിളിച്ചു പോയുമ്മ, എന്റെ ഉമ്മാനെ തെറി പറഞ്ഞു പോയുമ്മ, എന്റെ ഉമ്മാനെ ആവശ്യമില്ലാതെ ഒരുപാട് പ്രാവശ്യം വീട്ടിൽ നിന്നും ഇറക്കി വിട്ടുമ്മ. അതുകൊണ്ട് എന്റെ ഉമ്മ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ ഉമ്മ. എന്റെ കബറിന്റെ അവസ്ഥ വല്ലാത്തതാണുമ്മ, തീ കൊണ്ട് നിറച്ചിരിക്കുകയാണുമ്മ. അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ ഉമ്മയോട് പറയുമ്പോ ഉമ്മ ചെറിവെച്ച് കേട്ടിട്ട് പറയുന്നു, നബിയേ നബിയേ കാരുണ്യത്തിന്റെ നിറകുടമല്ലേ ഉമ്മ, സ്നേഹത്തിന്റെ നിറകുടമല്ലേ ഉമ്മ, വാത്സല്യത്തിന്റെ നിറകുടമല്ലേ ഉമ്മ. നീ എത്ര ആട്ടിയിറക്കിയാലും നീ എത്ര ചീത്ത വിളിച്ചാലും ആ ഉമ്മാന്റെ മുഖത്ത് നീ ഒന്ന് കാർക്കിച്ചു തുപ്പിയാല്, നീ ഒന്ന് രോഗിയായി പോയാ, നീ ഒന്ന് പട്ടിണിയായി പോയാ പിടയുന്ന മനസ്സാ ഉമ്മായുടേത്. ഓ പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞു, നബിയേ നബിയേ എന്റെ പൊന്നുമോനിക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തു നബിയേ. അവന്റെ ചെറുപ്പകാലത്തറിയാതെ അവൻ പലതും പറഞ്ഞു പോയി നബിയേ, പറഞ്ഞു പോയി നബിയേ. എന്റെ പൊന്നുമോന്റെ കബറിലെ ശിക്ഷ അത് താങ്ങാനുള്ള കരുത്തില്ല നബിയേ. അതുകൊണ്ട് പൊരുത്തപ്പെട്ടു കൊടുത്തു നബിയേ, പൊരുത്തപ്പെട്ടു കൊടുത്തു നബിയേ. അതുകൊണ്ട് ഈ വാക്കളെ ഇവിടെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോ ഈ ദുനിയാവിന്റെ സുഖലോലുപതയിലൂടെ മുന്നോട്ട് ഗമിക്കുമ്പോ എന്റെ ചെറുപ്പക്കാരോട് സഹോദരങ്ങളോട് പറയാ, ഒരുപക്ഷെ കൂട്ടുകാർ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ മാതാവ് നമുക്ക് ഒരു ഭാരമായി തോന്നിയേക്കാം, നമ്മുടെ ഉപ്പ നമുക്കൊരു ഭാരമായിട്ട് തോന്നിയേക്കാം. അവരുടെ എല്ലാ വെളുപ്പും പോയി, കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ, മുഷിഞ്ഞ വസ്ത്രങ്ങൾ, ഇതൊക്കെ കണ്ടാൽ നിനക്കൊരു പക്ഷേ നിന്റെ സ്റ്റാറ്റസിന് പറ്റില്ല. നീ ഒരു പക്ഷെ എഞ്ചിനീയർ ആയിരിക്കാം, ഡോക്ടർ ആയിരിക്കാം, നീ എവിടെന്നാ ചെറുപ്പക്കാരാ കടന്നു വന്നത്? ഈ നിൽക്കുന്ന ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് കടന്നു വന്ന ഈ പ്രിയപ്പെട്ട മാതാവിന്റെ മുഖത്ത് നോക്കി ഒന്നിറങ്ങിപ്പോ തള്ളേ എന്ന് പറയാ ഏതൊരു ചെറുപ്പക്കാരനാ കഴിയുക? പാടില്ല. ഷമീർ ഇങ്ങനെ വെറുതെ വിളിച്ച് പറയല്ല. മദീനയുടെ മണവാളനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ, സ്വലാത്ത് ഉറക്കല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എവിടെ എത്ര കേട്ടു, എത്ര പ്രാവശ്യം കേട്ടു, ഉമ്മ എന്ന് പറഞ്ഞാൽ ആരാ? നിന്റെ യുവത്വം അത് നിന്റെ ഉമ്മാക്ക് വേണ്ടി നീ ചിലവഴിക്കണമെന്നാണ് മദീനയുടെ മദീനത്തിന്റെ മണൽപ്പരപ്പിൽ മാലോകരുടെ മാനസാന്തരത്തിൽ മാനവിക വിപ്ലവത്തെ ചാത്തിക്കൊടുത്ത മദീനയുടെ മണവാളനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
നീ ഇനി എത്ര ഉപദ്രവിച്ചാലും ആ ഉമ്മാന്റെ മനസ്സ് വേദന ഉണ്ടെങ്കിൽ നിനക്കൊന്ന് രോഗമായാൽ ഉമ്മ അവിടെ ഓടി വരും, നിനക്ക് വേണ്ടി എല്ലാം വാരിപ്പുണരും. എന്തിനേറെ എറണാകുളം ജില്ലയിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ചയിൽ വാതിന് പോയപ്പോ ഒരു പാവപ്പെട്ട സുലൈഖ എന്ന് പറയുന്ന ഒരു ഉമ്മ, സുബ്ഹാനല്ലാഹ്, ഇന്നും അവരെന്നോടൊപ്പം വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണം. ആ ഉമ്മാക്ക് 85 വയസ്സാണ്, 12 ആൺമക്കളാ. കേട്ടോ, 12 ആൺമക്കളാണ്. അതിൽപ്പെട്ട മൂത്ത മകനായിരുന്നു ഉമ്മാനെ നോക്കിയിരുന്നത്. വേറെ ഒരു മക്കളും നോക്കൂല. എഞ്ചിനീയർ ഉണ്ട്, ഡോക്ടർ ഉണ്ട്, ഒരുപാട് ബിസിനസ് നടത്തുന്ന ഒരുപാട് വലിയ വലിയ മക്കളുണ്ട്. പക്ഷേ ഈ ഉമ്മാനോട് സ്നേഹമുള്ള ഒരേ ഒരു മകൻ, സുബൈർ എന്ന് പറയുന്ന ഒരേ ഒരു മകൻ മാത്രം. ആ മകൻ വാഹനാപകടത്തിൽ മരണപ്പെട്ടു പോയി. അന്ന് മുതൽ ഉസ്താദ്, എന്റെ പ്രിയപ്പെട്ട മക്കള് എന്നെ നോക്കുന്നത് ഒരു പട്ടിയെ നോക്കുന്നതിനേക്കാൾ തുല്യമാണ്. പട്ടിയെ നോക്കുന്നത് പോലെ. കാരണം വല്ലോ ഉണ്ടെങ്കിൽ ഒരു ദിവസം എന്റെ ഏറ്റവും ഇളയ മകൻ എന്നോട് പറയാൻ, ആ ഉമ്മാന്റെ മനസ്സിന്റെ വേദന, ഉസ്താദേ എന്റെ ഏറ്റവും ഇളയ പുത്രനിക്ക് 21 വയസ്സേ പ്രായമുള്ളൂ. അവൻ എന്നോട് പറയാ, നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി. ഉസ്താദേ, ഞാൻ എത്ര ഉറക്കമൊഴിഞ്ഞതാ, ഞാൻ എത്ര വേദനപ്പെട്ടതാ. അവന്റെ എന്റെ വയറ്റിന്റെ ഉള്ളിൽ കിടന്ന ഒരൽപ്പം നന്ദിയെങ്കിലും എന്റെ മകൻ എന്നോട് കാണിച്ചിരുന്നുവെങ്കിൽ എനിക്കെത്ര സന്തോഷമായിരുന്നേനെ. എവിടെ നമ്മുടെ മക്കളൊക്കെ എങ്ങനെ ആയിപ്പോയില്ലേ? കൂട്ടുകാർക്ക് വേണ്ടി സമയം കൊടുത്തു, തന്റെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി സമയം കൊടുത്തു. പക്ഷേ ഇതിനകത്തൊക്കെ നമുക്ക് ഭാരം നമ്മുടെ മാതാപിതാക്കളാ. ആരുടെ മണ്ണിൽ പോലും രക്ഷപ്പെടണമെങ്കിൽ എന്റെ യുവത്വമേ, മാതാവിന്റെ പിതാവിന്റെ പൊരുത്തമില്ലാതെ പറ്റില്ല. മദീനയുടെ രാജകുമാരനെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ പോയി? ഒരുപാട് കേട്ടില്ലേ? ഷമീറൊക്കെ ഇന്നൊക്കെയാണ്, ഇന്നും ഇന്നലെയൊക്കെ ഇറങ്ങിയിട്ടുള്ളത് വാതിന്. ഇതിന് മുമ്പൊക്കെ നിങ്ങൾ വാല് കേട്ടവരാ. ഇതിനകത്തൊക്കെ മാതാവിനെ കുറിച്ച് പറഞ്ഞു. നിന്റെ യുവത്വം മുഴുവൻ ഉമ്മാക്ക് വേണ്ടി കൊടുക്കണോന്ന് പറഞ്ഞു. മുത്തുനബിന്റെ മുമ്പിലേക്ക് വന്നിട്ട് ചോദിച്ചു, നബിയേ, എനിക്കൊന്ന് 17 വയസ്സ് പ്രായാൻ, ഞാൻ എന്ത് ചെയ്യണം ചോദിച്ചു. എന്റെ ഉമ്മാക്ക് എന്താ ജോലി? എന്റെ ഉമ്മാന്റെ ഒരു കാല് മുറിച്ചിട്ട് ആ ഒരു കാലില്ലാതെ എന്റെ ഉമ്മ വീട്ടിന്റെ ഉള്ളിൽ കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോനെ, നിന്റെ യുവത്വം മുഴുവൻ നിന്റെ കൂട്ടുകാർക്ക് വേണ്ടി, നിന്നെ വഴിതെറ്റിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കാതെ ഒരു കാല് നഷ്ടപ്പെട്ട് വീട്ടിന്റെ ഉള്ളിൽ കഴിയുന്ന നിന്റെ പ്രിയപ്പെട്ട മാതാവിന് വേണ്ടി കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ നിറകുടമായ മദീനയുടെ വിശ്വവിമോചക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ പോയി? എത്ര കേട്ടു? എത്ര സെക്കൻഡ് കേട്ടു? എത്ര മണിക്കൂർ കേട്ടു? അതുകൊണ്ട് ഇന്ന് പനിയാണെങ്കിലും ചുമയാണെങ്കിലും ഞാൻ നിങ്ങളോട് കർക്കശമായിട്ടുള്ള രീതിയിൽ പറയാ, മുത്തുനബിന്റെ വാക്കൊന്നും പാഴായിട്ടില്ല. ഇവിടത്തെ യുവത്വം നശിക്കുന്നവരാരാ? ഉമ്മാന്റെ പൊരുത്തമില്ലാത്തവരാണെന്ന് മുത്തുനബിയേ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒന്നും എന്റെ വാക്കായിട്ടല്ല. അതുകൊണ്ട് രക്ഷപ്പെടണോ, അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കണോ, ഇതൊക്കെ നമ്മൾ ചെയ്യണം. ഇല്ല എങ്കിൽ ഇങ്ങനെ മരണപ്പെട്ടു പോകുന്ന യുവത്വക്കാർ ആരുടെ മണ്ണിൽ കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ വരുമ്പോഴാണ് പറയുന്നത്, റബ്ബിർജിഊൻ, റബ്ബേ ഒന്ന് മടക്കണം അല്ലോ, എന്റെ ഉമ്മാന്റെ കാലൊന്ന് കഴുകി കുടിക്കാം, എന്റെ ഉമ്മാന്റെ കാൽക്കലൊന്ന് വീണ് പൊട്ടിക്കറിയാൻ എനിക്ക് ഒരു അവസരം തരണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്റെ സഹോദര, വേദനയോടെ ഗദ്ഗതത്തോടെ നൊമ്പരപ്പെട്ടുകൊണ്ട് പറയാ, ഇവിടുത്തെ നിന്റെ ചെറുപ്പം, നിന്റെ യുവത്വം രക്ഷപ്പെടണമെങ്കിൽ അത് മാതാവിന്റെ പിതാവിന്റെ പൊരുത്തമില്ലാതെ പറ്റൂല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടൊക്കെ മാറ്റി വെച്ചിട്ട് ഇന്ന് തന്നെ ഇവിടെ നിന്ന് വാത് കഴിഞ്ഞിട്ട് പോകുമ്പോ ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ ഉമ്മാന്റെ പൊരുത്തം പേടിച്ചിട്ട് അല്ലാതെ ഞാൻ കിടന്നുറങ്ങൂല. എന്റെ വയസ്സായ ഉപ്പാന്റെ പൊരുത്തം പേടിച്ചിട്ടല്ലാതെ കിടന്നുറങ്ങൂല. കാരണം ഈ സമയമല്ല, നാളെ നേരം വെളുക്കുമ്പോ നീ ഉണ്ടാകുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് ഇന്ന് കിടക്കുന്ന സമയത്ത് ഉമ്മാന്റെ ഉപ്പാന്റെ പൊരുത്തം മേടിച്ചുകൊണ്ട് കിടക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ രക്ഷയില്ല. ഇത് ഷമീർ ഇങ്ങനെ പൊലിപ്പത്തിന് വേണ്ടി വിളിച്ചു പറയല്ല. മദീനയുടെ മണവാളനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സൂക്ഷിക്കണം. കബൽ രക്ഷപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ അതാണ്. പിന്നീട് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, രണ്ടാമതായിട്ട് കബൽ രക്ഷപ്പെടുന്ന യുവത്വം അത് പലിശയുമായിട്ട് ബന്ധപ്പെടാത്ത യുവത്വമാണ്. അങ്ങനെ ഉള്ളവർക്ക് രക്ഷേ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അമീൻ പറഞ്ഞല്ലോ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഏതൊരാവശ്യം വന്നാലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അതിന് വേണ്ടി കാശ് വാരി എറിയും.
ഒരു ജോലി കിട്ടണം, അതിന് ഇത്ര രൂപ കെട്ടിവെച്ചാൽ മാത്രമേ എന്ത് ചെയ്യൂ, ആ ജോലി നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഇത്ര രൂപയ്ക്ക് ഒന്ന് കിട്ടിയാൽ കൊള്ളാമായിരുന്നു, ഇതിന്റെ ഇരട്ടി പൈസ അങ്ങോട്ട് കൊടുക്കുക, പലിശയും കൂടെ ചേർത്ത് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ യുവത്വം പലിശയുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല, പലിശയുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. ആ സമയത്ത് നീ മേടിച്ച് കഴിക്കുന്ന പൈസ 1 രൂപയാണെങ്കിലും നിന്റെ ശരീരത്തിലൂടെ ഓടുമ്പോ എങ്ങനാ നിന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുക, എങ്ങനാ നിന്റെ നോമ്പ് അല്ലാഹു തആല സ്വീകരിക്കുക, എങ്ങനാ നിന്റെ ദുആ അല്ലാഹു തആല സ്വീകരിക്കുക. അതുകൊണ്ട് പലിശയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജീവിതം നിനക്ക് വേണ്ട. അങ്ങനെ പോയ ഏതെങ്കിലും ഒരു യുവത്വം ഈ സദസ്സിൽ ഉണ്ടെങ്കിൽ, ചെറുപ്പക്കാരാ, നമ്മുടെ ശരീരത്തോടി ഓതുന്ന ഈ ഞരമ്പ് പാപത്തിന്റെ പടുകുഴിയില്ല. എന്തിനേറെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് 27-ാം രാവിന്റെ അല്ലാഹുവിന്റെ പള്ളിക്കുള്ളിൽ ഇരുന്നുകൊണ്ട് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഖുർആൻ ഓതുകയാണ്, തസ്ബീഹ് ചൊല്ലുകയാ. ആ സമയത്താണ് ഓർമ്മ വരുന്നത്, അല്ലാഹുവേ പടച്ചവനേ, പ്രിയപ്പെട്ട ഉപ്പ കിടക്കും ആരുടെ മണ്ണാണ്, 27-ന്റെ അന്ന് ഞാനെന്ന് പോയിട്ട് പൊട്ടിക്കരഞ്ഞു. എന്റെ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്തിട്ടില്ലെങ്കിൽ, എന്റെ ഉപ്പാക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞെന്ന് ദുആ ചെയ്തിട്ടില്ല എങ്കിൽ ഉപ്പയോട് കാണിക്കുന്ന അതിക്രമമാകുമല്ല അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് 27-ാം രാവിന്റെ ഇറങ്ങിത്തിരിക്കുകയാണ്. ഉപ്പാന്റെ ഖബറിന്റെ അടുക്കലേക്ക് പോയിട്ട് ഖുർആൻ ഓതിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉപ്പാന്റെ ഖബർ ജീവിതം സന്തോഷമാകാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ദുആ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാ അതാ ഒരു മനുഷ്യന്റെ കരച്ചിൽ കേൾക്കുകയാ. എങ്ങനെയാണ് കരയുന്നത് എന്നറിയോ? ശരീരത്തിന്റെ തൊലിയില്ലേ ഒരു മനുഷ്യന്റെ ശരീരത്തിന് ജീവനോട് എങ്ങനെയാണോ തൊലി വലിച്ചോറുക, ഈ തൊലി ഇങ്ങനെ വലിച്ചോറുമ്പോൾ ഉണ്ടാകുന്ന വേദനയില്ലേ, ഇതുപോലെയുള്ള വേദന അനുഭവിച്ചുകൊണ്ട് കരയുന്നത് പോലെ ഒരു മനുഷ്യൻ കരയുകയാണ്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഈ പള്ളിയിൽ നിന്ന് ആരോ ദുആ ചെയ്തുകൊണ്ട് കരയുകയാണ്, പള്ളിക്കുള്ളിൽ ഇരുന്നുകൊണ്ട് കരയുകയാ എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിക്കുള്ളിലേക്ക് ചൊല്ലുമ്പോ ആരും പള്ളിക്കുള്ളിലില്ല. ഇറങ്ങിത്തിരിച്ചു വീണ്ടും ഉപ്പാന്റെ ഖബറിടത്തിലേക്ക് സുബ്ഹാനല്ലാഹ് ഓ ഖബറിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ അങ്ങകലെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു ഖബറിന്റെ ഉള്ളിൽ നിന്നാണ് കരച്ചിൽ കേൾക്കുന്നത്. എന്നെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് തിരിച്ചു പള്ളിയിലേക്ക് പോയി. പള്ളിയിലേക്ക് ചെന്നുകൊണ്ട് വയസ്സായ ഉപ്പാനടുക്കൽ ചോദിച്ചു, ഉപ്പാ ഞാനൊരു ഖബർ കാണിച്ചു തരാ. ഓ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എനിക്കൊന്ന് പറഞ്ഞു തരുമോ പറഞ്ഞു തരുമോ പറഞ്ഞു തരുമോ? ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞിട്ടുള്ള മറുപടി എന്താണ്? പൊന്നുമോനെ വയസ്സായില്ലേ, 110 വയസ്സെനിക്ക് പ്രായമായി, എനിക്ക് ഓർമ്മയില്ല ഈ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യനാരാ എന്നെനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പിരിയുമ്പോ പെട്ടെന്ന് കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചുപ്പാ, ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കുപ്പാ, 1 വർഷമോ 2 വർഷമോ 10 വർഷമോ 20 വർഷമോ മുന്നോട്ടെന്ന് ചിന്തിക്കുപ്പാ. അപ്പോഴാണ് പെട്ടെന്ന് പറയുന്നത്, മോനെ ഇബ്നു ഹജറേ ഓർമ്മ വന്ന് മോനെ ഓർമ്മ വന്ന് മോനെ, ഇത് മറ്റാരുമല്ല മറ്റാരുമല്ല, ഇവൻ നോമ്പ് പിടിച്ചിരുന്നവനാ, സക്കാത്ത് കൊടുത്തിരുന്നവനാ, സദഖ ചെയ്തിരുന്നവനാ, നമസ്കരിച്ചിരുന്നവനാ നമസ്കരിച്ചിരുന്നവനാ, ആർക്കും ഒരു ഉപദ്രവം ഇല്ലാതിരുന്നവനാ. പക്ഷേ ഇവിടുന്ന് വിട പറഞ്ഞു പോകുമ്പോ പലിശയുമായിട്ട് ബന്ധപ്പെട്ടവനായി പോയി. അതുകൊണ്ടാണ് ഇതുപോലെ പടച്ചു തമ്പുരാ ഈ മനുഷ്യന്റെ കബറിലിട്ടുകൊണ്ട് ശിക്ഷിക്കുന്നു എന്ന് പറയുമ്പോ ഇന്ന് കടുവപ്പള്ളിയൊരു പാവപ്പെട്ട ഷമീറിന്റെ വാല് കേൾക്കാ. ഒരുമിച്ച് കൂടെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ ഉപ്പമാരെ, എന്റെ ചെറുപ്പക്കാരാ,
നിനക്കൊരു ജോലി കിട്ടുമ്പോ 1 ലക്ഷമോ 2 ലക്ഷമോ 3 ലക്ഷമോ ഇവിടെ കെട്ടിവെച്ചാലേ ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ട് പലിശയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ചെറുപ്പക്കാരാ പലിശ എടുത്തുകൊണ്ടുള്ള ജോലി നമുക്ക് വേണ്ട മോനെ, പലിശ കൊണ്ടുള്ള അധ്വാനം നമുക്ക് വേണ്ട മോനെ, പലിശ കൊണ്ടുള്ള സമ്പാദ്യം നമുക്ക് വേണ്ട. അവിടെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, പലിശയുമായിട്ട് ബന്ധപ്പെട്ടു പോയ യുവത്വമേ, പലിശയുമായിട്ട് ബന്ധപ്പെട്ടു പോയ എന്റെ പെങ്ങളെ ഉപ്പമാരെ, മക്കളുടെ ഉദരത്തിലേക്ക് ഹറാമിയത്തിന്റെ മുതൽ വാരി എറിയുമ്പോ, പലിശന്റെ മുതൽ വാരി എറിയുമ്പോ അറബിയുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന കാശില്ലേ, അവ നിങ്ങളുടെ മക്കളുടെ ഉദരത്തിലേക്ക് വാരിയെറിയുമ്പോ ഗൾഫുകാരിവിടെ ഒരുപാടുണ്ടാകാം. പാവപ്പെട്ടവൻ നിങ്ങളെ കുറ്റം പറയുകയല്ല, നമുക്ക് രക്ഷപ്പെടണേ പടച്ചവന്റെ മുമ്പില്. അതുകൊണ്ട് അറബിയുടെ കണ്ണെന്ന് വെട്ടിയാ എന്റെ മക്കൾ കൊതിക്കുന്ന മുട്ടായ, എന്റെ മക്കൾ കൊതിക്കുന്ന കളിപ്പാട്ടമാറ് അറബിയില്ലല്ലോ അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അറബി കാണാതെ മോഷ്ടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കയ്യില് കടുവപ്പള്ളി നിന്റെ ഭാര്യ വീട്ടിലേക്ക് നീ കൊടുത്തു വിടുമ്പോ എന്റെ മുസ്ലിമേ, അല്ലാഹു നിന്റെ ഖബർ പ്രകാശിപ്പിക്കുമോ? അല്ലാഹു നിന്റെ ഖബർ വിശാലമാക്കുമോ? പടച്ചവൻ നിന്റെ ഖബറിനെ കുറിച്ച് നല്ലതുപോലെ പ്രകാശിപ്പിക്കുമോ? ഇല്ല ഇല്ല. അതുകൊണ്ട് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചുകൊണ്ട് റബ്ബേ ഇന്നത്തെ കൊണ്ട് ഒഴിവാക്കി പടച്ചോനെ. ഇനി പലിശയിലേക്കില്ല അല്ലോ, പലിശയിലേക്കില്ല. അറിയാതെ കടിച്ചുപോയി അല്ലോ, അറിയാതെ ഭക്ഷിച്ചു പോയി റബ്ബേ. നിർത്തി പടച്ചോനെ, നിർത്തിയല്ലോ. കടുവപ്പള്ളി ഒരു ദിവസത്തെ വാളുകൊണ്ട് അത് പലിശയെ കുറിച്ചൊന്ന് വായിച്ചു പോയെങ്കിൽ, അത് പലിശയെ കുറിച്ചൊന്ന് പറഞ്ഞു പോയെങ്കിൽ ഇവിടെ വെച്ചുകൊണ്ട് നിർത്തിയല്ലോ, ഇവിടെ വെച്ചുകൊണ്ട് ഉപേക്ഷിച്ചു അല്ലോ. ഏത് യുവത്വമാണെങ്കിലും അവനവന്റെ ജീവിതത്തിൽ 3 കാര്യം മനസ്സിലാക്കണം. 1 അവന്റെ മരണം, 2 അവന്റെ ഖബർ, 3 അവന്റെ ഉമ്മ. ഈ 3 കാര്യം അവന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ അവന്റെ ഖബർ നരകത്തിന്റെ കുണ്ടാകുമെന്ന് മുസ്തഫ നബിയെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ് അല്ലേ. എത്ര കാശ് നമ്മൾ ഇല്ലാതെയാക്കി. രണ്ടാമത് ആരാ നബി തങ്ങൾ പറഞ്ഞു, അല്ലയോ സഅദ്, നിനക്കിപ്പോ സമ്പത്തുണ്ട്. ഈ സമ്പത്ത് മുഴുവൻ നീ അനാചാരങ്ങൾക്ക് വേണ്ടി വാരിയെറിഞ്ഞാൽ, മോഡേൺ യുഗത്തിന് വേണ്ടി വാരിയെറിഞ്ഞാൽ, പാശ്ചാത്യത്തിന്റെ പരിഷ്കാരങ്ങൾക്ക് വേണ്ടി വാരിയെറിഞ്ഞാൽ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതമല്ലാത്ത ഒരു ജീവിതത്തിന് വേണ്ടി നീ നിന്റേതായിട്ടുള്ള സമ്പത്ത് വലിച്ചെറിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സ്വഹാബാക്കളെ, നിങ്ങളുടെ യുവത്വം പോയി, നിങ്ങളുടെ ഖബറും പോയി, നിങ്ങളുടെ മഹ്ശറയും പോയി. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. മഹ്ശറയാകുന്ന കോടതിയിലേക്ക് വരും. അവിടെ പരാജയപ്പെടുന്നവരാരധികവും അത് യുവാക്കളാണ്, അത് യുവാക്കളാണ്. പക്ഷെ മഹ്ശറയിൽ യുവാക്കൾ ഇങ്ങനെ വരും. പക്ഷേ അവിടെ രക്ഷപ്പെടുന്ന 7 കൂട്ടം ആളുകൾ, അതിൽപ്പെട്ട 1ാമത്തെ ആളുകളാണ് ആ യുവത്വം കൊണ്ട് സമ്പാദിച്ച സമ്പത്ത് പടച്ചവനിക്ക് വേണ്ടി മാറ്റിവെച്ചവൻ. എത്ര പേരെ ഒരു പക്ഷേ ഷമീറിന് പോലെ ഇവിടുത്തെ വാൾ കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു 1100 രൂപ എഴുതാൻ പറഞ്ഞാൽ എത്ര യുവത്തക്കാര് കൊടുക്കും? ഒരു പക്ഷേ ഉസ്താദ് ഇന്നിപ്പോ ജോലി ചെയ്താൽ പോലും അത്രയും കിട്ടൂല. പിന്നെ അങ്ങനെ 1100 വെച്ച് കൊടുക്കല് അത് കിട്ടും. പടച്ചവൻ ഇഷ്ടപ്പെട്ടോ അല്ലാഹു തആല സ്വീകരിക്കും. ഇല്ല എങ്കിൽ പടച്ചവൻ എന്ത് ചെയ്യും? രോഗം തരും. എന്തുകൊണ്ടാ രോഗം വന്നത്? എന്തുകൊണ്ടാ ബുദ്ധിമുട്ട് വന്നത്? എന്തുകൊണ്ടാ കഷ്ടപ്പാട് വന്നത്? ക്യാൻസർ പോലെ, ടി പോലെ, അറ്റാക്ക് പോലെയുള്ള മാരകമായിട്ടുള്ള രോഗം ഇന്ന് മനുഷ്യനിക്ക് അധികമല്ലേ? എന്തുകൊണ്ടാ? നിനക്കൊരുപാട് സമ്പത്തുണ്ട്, പക്ഷെ ഈ സമ്പത്തുകൾ പടച്ചവൻ തന്നതാ. അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയില്ല. യുഹിബ്ബൂനൽ മാല വയൻസൗനൽ ഹിസാബ. ഇന്നലെ നമ്മൾ എടുത്തു പറഞ്ഞില്ലേ, സമ്പത്തിനെ കുറിച്ച് വല്ലാത്ത ഇഷ്ടാൻ, അതിനെ ഇഷ്ടം വെക്കുന്നു, സ്നേഹിക്കുന്നു. പടച്ചവൻ ചോദിക്കുമെന്നുള്ള കാര്യം വിട പറഞ്ഞു പോയി, അതിനെക്കുറിച്ച് ഓർമ്മയില്ല. അങ്ങനെ വരുമ്പോഴാണ് അല്ലാഹു രോഗം തരിക, ക്യാൻസർ തരിക, അറ്റാക്ക് തരിക, ബ്ലഡ് ക്യാൻസർ തരിക. സൂക്ഷിക്കണം. സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ പരാജയമാണ്. ഇതൊക്കെ കാരണം കൊണ്ടാ സമ്പത്ത്. ഇത് രണ്ടും അലങ്കാരമാണ്. ഈ അലങ്കാരം അധികമായാൽ അമൃതവും വിഷമാണ്. സമ്പത്ത് റബ്ബിന് വേണ്ടി കൊടുക്കുമ്പോ നിനക്ക് തരാൻ പറ്റുന്ന രോഗം മാറാൻ അവിടെ ക്യാൻസർ ഇല്ല, ടി വി ഇല്ല, അറ്റാക്ക് ഇല്ല. അതേസമയം നിന്റെ സമ്പത്ത് നീ പൂഴ്ത്തി വെച്ചാൽ, പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കാതെ നിന്റേതായിട്ടുള്ള സമ്പത്തിന്റെ ബാക്കി വരുന്നത് നിന്റെ ഭാര്യക്കും, നിന്റെ മക്കൾക്കും, നിന്റെ സഹോദരങ്ങൾക്കും, നിന്റെ ഉമ്മാക്കും കൊടുക്കാനുള്ളത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത്
അത് അന്യർക്കുള്ളതാ. എന്തിനാ നീ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? എത്ര എത്ര കോടിയാ നിന്റെ ബാങ്കിലുള്ളത്? ഒരല്പം എടുത്തൊരു പാവപ്പെട്ട കുട്ടിക്ക് വേണ്ടി കൊടുക്കാൻ പറ്റോ? നിന്റെ പൊന്നുമകൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോ, മറ്റ് വലിയ വലിയ കോളേജുകളിൽ പഠിക്കുമ്പോ, ഈ പാവപ്പെട്ട പൊന്നുമോള് 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി നല്ല മാർക്കോട് കൂടി വിജയിച്ചിട്ട് പിന്നീട് പഠിപ്പിക്കാൻ ഈ മാതാപിതാക്കൾക്ക് കാശില്ലാതിരിക്കുമ്പോ, നിന്റെ പൊന്നുമോൾക്ക് മാർക്ക് കുറവായിട്ടും വലിയ വലിയ കോളേജിൽ കാശുകൾ കൊടുത്തുകൊണ്ട് ചേർക്കുമ്പോ, അല്ലാഹുവേ എന്റെ പൊന്നുമോളെ പോലെ ഒരു പൊന്നുമോളാണ്, അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ കൊടുക്കുകയാണ് പടച്ചവന്റെ പൊരുത്തം കിട്ടാൻ. എന്നാൽ ഈ മോളെക്കാലം ഉന്നതമായിട്ടുള്ള രീതിയിൽ നിന്റെ മകൾ അല്ലാഹു തആല വളർത്തൂലേ? ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ, എനിക്ക് വേണ്ടി ഷമീറിന് വേണ്ടി ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ ദുആ ചെയ്താൽ ഷമീറിന്റെ കാര്യമല്ല ആദ്യം അല്ലാഹു തആല സ്വീകരിക്കുക, നിന്റെ കാര്യമായിരിക്കും. മനുഷ്യർക്കറിയില്ല, മനുഷ്യർ പരാജയത്തിന്റെ പടുകുടിയിലാണ്. അതുകൊണ്ട് ചിന്തിക്കണം, സമ്പത്ത് അത് റബ്ബിന് വേണ്ടി കൊടുക്കണം. ഇല്ല എങ്കിൽ പരാജയമാണ്. ഇല്ല എങ്കിൽ പരാജയം 100% പരാജയമാണ്. രോഗം കൊണ്ട് തന്നിട്ട് അല്ലാഹു തആല പരീക്ഷിക്കും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മഹ്ശറയിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സമ്പത്ത് അത് പടച്ചവനിക്ക് വേണ്ടി കൊടുക്കണം. ആരോഗ്യമുള്ളപ്പോ സമ്പാദിച്ചത് എന്താണോ അല്ലാഹുവിന് വേണ്ടി കൊടുക്കണം. ഈ സമയത്താണല്ലോ ആഗ്രഹങ്ങളൊക്കെ ഒരുപാട് കൂടുക. ഈ സമയത്താണ് പടച്ചവനിക്ക് വേണ്ടി കൊടുക്കേണ്ടുന്നത്. മഹ്ശറയിൽ നാളെ മുത്തുനബി തങ്ങൾ കടന്നു വരും. 6 അടി മണ്ണാകുന്ന ഖബറിലേക്ക് എല്ലാവരും ഒരുമിച്ചു, എല്ലാവരും ഇങ്ങനെ കിടക്കാൻ. ഒരു മഴ പെയ്യും, അതിനെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കാനുള്ള സമയമില്ല. ആ മഴ മനുഷ്യന്റെ ഇന്ദ്രിയ തുല്യത്തിന് സമാനമായിരിക്കും. അങ്ങനെ ഉള്ള ഒരു മഴ പെയ്ത് ഖബറിൽ 40 വർഷം കിടക്കാൻ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഖിയാമത്ത് നാള്. ആ ഖിയാമത്ത് നാളിൽ എല്ലാവരെയും അല്ലാഹു മഹ്ശർ എന്ന കോടതിയിൽ കൊണ്ടുവരും. ആദ്യം കൊണ്ടുവരുന്നത് ആരെയാ? മുസ്തഫായ നബിയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ, അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ടുവരാൻ അല്ലാഹു തആല വിളിക്കുന്നത് ആരെയാ? ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ, അസ്റായീൽ, ജിബ്രീൽ, മീകായിൽ ഇവരെ വിളിച്ചിട്ട് പറയുന്നു, ചുണ്ടൊടും പതിവാളുകൾ പോകുന്നതാണ്, മനസ്സിന് പോന്നില്ല മഴ പൂത്ത നബിയ വന്നതാണ്, ചൊഞ്ചിലം പാടും തരം ഒതി പാറലായേ, മനസ്സിൽ പൂവിതള മുസ്തഫ പൂന്തിങ്കളായേ. അല്ലാഹുവിന്റെ ഹബീബിനെയാണ് ആദ്യം വിളിക്കുക. സമയമില്ല സഹോദരാ, ചുരുക്കി ചുരുക്കി പറയുകയാണ്. മദീനയുടെ മണവാളനാ അശ്റഫുൽ ഖൽഖ് നബിയേ റസൂലുള്ളാഹിനെ വിളിച്ചു കൊണ്ടുവരാ. വാനലോകത്തുനിന്ന് 4 മാലാഖമാർ ഇറങ്ങി വരികയാ. ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്റായീൽ, ഈ 4 മലക്ക് വാനലോകത്തുനിന്ന് ഇറങ്ങി വരികയാണ്. ഇതാ ദുഃഖത്തിൽ അറലു ദക്കാ, ഭൂമിയെല്ലാം തകർത്തു തരിപ്പണമാക്കി ഇട്ടിരിക്കുകയാണ്. ഈ 4 മാലാഖമാർ ഇറങ്ങി വന്നിട്ട് മുത്തു ഹബീബിന്റെ റൗള നോക്കുകയാ. എവിടെയാണ് റസൂലുള്ളാഹിന്റെ റൗള എന്ന് കാണുന്നില്ല, എവിടെയാണ് മുത്തു റസൂലിന്റെ റൗള എന്ന് കാണുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഈ 4 മാലാഖമാരും കയ്യുറത്തിയല്ലോ. പടച്ചവനോട് ചോദിച്ചു, റബ്ബേ എവിടെയാണ് റസൂലുള്ളാഹിന്റെ റൗള? കാണുന്നില്ലല്ലോ അല്ലാഹ്, ഒന്ന് കാട്ടിത്തരുമോ പടച്ചോനെ? അല്ലാഹു പറഞ്ഞു, അല്ലയോ മലക്കുകളെ, ദുനിയാവിൽ ആ കാണുന്ന പ്രകാശമുള്ള സ്ഥലമില്ലേ, ആ പ്രകാശമുള്ള സ്ഥലമാണ് മുസ്തഫ നബിയുടെ റൗള. അവിടെ ചെന്നുകൊണ്ട് റസൂലുള്ളാഹിനെ വിളിക്കാൻ പറഞ്ഞപ്പോ 4 മാലാഖമാരും കടന്നു ചെല്ലുകയാ. റസൂലുള്ളാഹിന്റെ റൗളന്റെ അടുക്കൽ പോയിട്ട് അവിടെ അസ്റായീൽ പറഞ്ഞു, അല്ലയോ ജിബ്രീലേ, നമുക്ക് മീകായിലിനോട് പറയാ, അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കാൻ പറയാ. മീകായിൽ പറയുന്നു, ഞാൻ വിളിക്കൂല, എനിക്ക് നാണമാവുകയാ. അപ്പോഴാണ് പറയുന്നത്, എന്നാ ഒരു കാര്യം ചെയ്യാ, അസ്റായീലാണല്ലോ മുസ്തഫ നബിയുടെ റൂഹ് പിടിച്ചത്, അതുകൊണ്ട് അസ്റായീൽ തന്നെ വിളിക്കട്ടെ. അസ്റായീൽ പറഞ്ഞു, ഞാൻ വിളിക്കൂല, എന്നെ കൊണ്ട് വിളിക്കാൻ പറ്റൂല. ഇങ്ങനെ തർക്കം മൂത്ത് വരികയാണ്. വിശദീകരിക്കാൻ സമയമില്ല. അവസാനം 3 പേരും കൂടി ചേർന്നിട്ട് പറഞ്ഞു, എപ്പോഴും ഏത് സമയത്തും കൂടെ ഉള്ള ആളാരാ? അത് നസറൽ അമീൻ മലക്കു ജിബ്രീൽ.
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണല്ലോ. അതുകൊണ്ട് ജിബ്രീൽ വിളിക്കട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുമ്പോ എഴുന്നേറ്റ് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, എന്റെ ഉമർ എവിടെ, എന്റെ അരി എവിടെ, എന്റെ തൽഹത്ത് എവിടെ, എന്റെ കടുവപ്പള്ളിക്കാരെവിടെ, ഇന്നിവിടെ ജീവിച്ചിരിക്കുന്ന എന്റെ ഉമ്മത്തെവിടെ? അല്ലാഹുവിന്റെ മലക്കുകൾ പറയും, നബിയേ, ആദ്യമായിട്ട് പുനർജീവിപ്പിക്കുന്നത് മുസ്തഫ നബിയേ താങ്കളാണ് റസൂലല്ലാഹ്. ഇനി അവര് പുറകെ കടന്നു വരും നബിയേ. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനെ പുനർജീവിപ്പിക്കുകയാ, മഹ്ശറയാകുന്ന കോടതിയിൽ കൊണ്ടു നിർത്തുകയാണ്. അപ്പോഴാ കടന്നു വരുന്നു ഒരു കൂട്ടം ആളുകൾ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്നേഹത്തോട് കൂടിയിട്ടോ കടുവപ്പള്ളിക്കാരെ കാണാ, ആലങ്കോടുകാരെ കാണാ, കൊല്ലക്കാരെ കാണാൻ കാത്തു നിൽക്കുമ്പോ അല്ലാഹു തആല കൊടുത്തിട്ടുള്ള അദാബമേറിയിട്ട് വേദനാജനകമായിട്ടുള്ള ശിക്ഷയുമായിട്ട് ഒരു ഭാഗം ആളുകളെ കൊണ്ടുവരികയാ. തല അടിച്ചു പൊട്ടിച്ചിട്ട് ഇരുമ്പ് കമ്പി കൊണ്ട് തല ഇങ്ങനെ അടിച്ചടിച്ചു പൊട്ടിക്കുകയാണ്. ഇങ്ങനെ കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരയുകയാണ്. ഇതാരാണല്ലോ, ആരാണ് പടച്ചോനെ, ആരാണല്ലോ? അപ്പോഴാണ് വിളിച്ചു പറയുന്നത്, നബിയേ, അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട യുവാക്കളാണ് നബിയേ, അവിടത്തെ സമുദായത്തിൽപ്പെട്ട യുവാക്കളാണ് നബിയേ, യുവാക്കളാണ് നബിയേ. എന്തുകൊണ്ടാണ് ഇതുപോലെ ശിക്ഷ കൊടുത്തത് പടച്ചോനേ? അപ്പോഴാണ് മുസ്തഫ നബിയോട് പറയുന്നത്, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, അവിടെ നോദിക്കൊടുത്തില്ലേ, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. ഈ ആയത്ത് അവിടെ നോദിക്കൊടുത്തില്ലേ? എന്നിട്ട് ഇവർ നിങ്ങളെ പിൻപറ്റിയോ? നിങ്ങൾ അനുസരിച്ചോ? നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നോ? ഇല്ല. നിങ്ങളെ കാറ്റിൽ പറപ്പിച്ചില്ലേ? അതിന് ഞാൻ കൊടുത്ത ശിക്ഷയാണ്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ചെറുപ്പക്കാരും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ഈ മനുഷ്യർ മഹ്ശറിൽ വരുമ്പോ യുവാക്കളെയാണ് അധികവുമായിട്ട് തച്ച് തകർത്ത് കൊണ്ടുവരുന്നത്. എന്നിട്ടോ മുത്തനബി തങ്ങൾ നോക്കുമ്പോ ഒരു വിഭാഗം പെണ്ണുങ്ങളെ മുടികൾ ഇങ്ങനെ കമ്പിയിൽ ചുറ്റിയിട്ട് വലിച്ചു പറിക്കുന്നു. വീണ്ടും പടച്ചവൻ അതേ കോലത്തിലാക്കാൻ മുത്തുനബി തങ്ങൾ ചോദിച്ചു, അല്ല മിഅ്റാജ് ദീനമരാവിൽ ത്വാഹ റസൂലുള്ളാഹ് നരകത്തെ കണ്ടുപോയി പെങ്ങളെ, മിഴിതള്ളി തോറിത്തതാവേറെ സഹിക്കുന്ന തധികവം നിങ്ങളാ പെണ്ണും അധികവും നിങ്ങളാ പെണ്ണുങ്ങളെ. എന്റെ സഹോദരനോട് ഇനിയിപ്പോ ഞാൻ അവിടെ പറയാൻ, ഞാനിപ്പോ വാതിന് പോയാൽ അധികം പാട്ട് പാടാറില്ല. ഇവിടെ വന്നപ്പോ എൻ്റെ അടുക്ക് നമ്മുടെ യുവാക്കളും പല ആളുകളും പറയുന്നത് പാട്ട് പാടിയിട്ട് ഇന്ന് ഇവിടെ നിന്ന് പോകുന്നത്. ഞാൻ ഒരുപാട് കുറച്ചതാ. എൻ്റെ ഉസ്താദന്മാരൊക്കെ പറഞ്ഞിട്ട് അധികം പാട്ട് ഞാൻ ഇതാക്കിയതാ കുറച്ച്. ഇനിയിപ്പോ ഇവിടെ വന്നിട്ട് ഇത്രയെങ്കിലും ഇന്ന് പാടിയത്. അതുകൊണ്ട് എന്റെ സഹോദരനോട് പറയാൻ, എന്റെ പെങ്ങളെ, അള്ളാഹുവിന്റെ കോടതിയിൽ കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ കടന്നു വരാൻ. ആ കടന്നു വരുന്ന കൂട്ടത്തിൽ 17 വിഭാഗം പെണ്ണുങ്ങൾ, അതിൽപ്പെട്ട ഒരു വിഭാഗം മാത്രമാണ് പറയുക, എന്റെ സഹോദരിമാരെ, ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഇന്നിപ്പോ നമുക്ക് അല്ലാഹു തആല നൽകിയ ആരോഗ്യമില്ലേ, സൗന്ദര്യമില്ലേ, ഇതെല്ലാം കൊണ്ട് കടുവ പള്ളിയുടെ മുമ്പിലൂടെ സ്കൂളിലേക്ക് വരുമ്പോ ഷാളദാ നിന്റെ തലയിൽ നിന്ന് താഴേക്ക് വീണ് തോളിലേക്ക് ഇറങ്ങി കിടക്കുമ്പോ ഉസ്താദുമാരെ കാണുമ്പോൾ തലയിലേക്ക് വലിച്ചിടുമ്പോ എന്റെ പെണ്ണേ, മഹ്ശറയാകുന്ന കോടതിയിൽ എങ്ങനാ കൊണ്ടുവരുന്നത്? നിന്റെ തട്ടം എങ്ങനെയാണ് നിന്റെ തലയിൽ നിന്ന് താഴെ വീണത്? ഇതിനേക്കാൾ സ്പീഡിൽ അല്ലാഹു നിന്റെ മുടിയെ വലിച്ചു പോവുകയാണ്, വീണ്ടും അത് പഴയ കോലത്തിലാക്കുകയാണ്. ഇത് മറക്കണ്ട. ആ സമയത്താണ് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ബഹുമാനപ്പെട്ട സയ്യിദത്തുൻ നിസാ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ മുത്തുനബിയുടെ മുമ്പിലേക്ക് ചെന്നപ്പോ പറഞ്ഞില്ലേ,
എന്റെ പൊന്നുമോളെ ഫാത്തിമ, നമസ്കാരത്തിന് വേണ്ടി മാത്രമല്ല, നിന്റേതായിട്ടുള്ള തലയില് ഒരു മുടി ഏത് സമയത്തും വെളിയിൽ കാണുന്ന ഒരു പ്രവർത്തനം, ഒരു പ്രവണത വരല്ലേ ഫാത്തിമ. അതിവിടെ മാത്രമല്ല, 6 അടി മണ്ണാകുന്ന കബറില്ലേ, ആ കബറിന്റെ ഉള്ളിലോ അതുപോലെ മഹ്ശറയില്ലേ, മഹ്ശറയിലോ നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ഫാത്തിമ. അതുകൊണ്ട് തങ്കക്കനിയേ ഫാത്തിമ, ഈ ദുനിയാവ് നൈമശീകതയുടെ ലോകമാണ്. ഞാനിവിടെ വിട പറഞ്ഞു പോയിട്ട് എന്റെ പൊന്നുമോൾ എന്നിലേക്ക് വരുമ്പോ ഒന്ന് രക്ഷപ്പെടണ്ടേ ഫാത്തിമ. അതുകൊണ്ട് തലമറക്കാതെ ദുനിയാവിൽ സഞ്ചരിക്കല്ലേ ഫാത്തിമ. എന്തിനാണ് കടവയിലെ പെങ്ങളെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു എന്നറിയോ? അത് കടുവപ്പള്ളിക്കാർക്ക് വേണ്ടിയാ, കാസർഗോഡുകാർക്ക് വേണ്ടിയാ, കൊല്ലം ജില്ലക്കാർക്ക് വേണ്ടിയാ, തിരുവനന്തപുരത്തുകാർക്ക് വേണ്ടിയാ, അതല്ലാതെ ഫാത്തിമ ബീവിക്ക് വേണ്ടി മാത്രമല്ല. അതുകൊണ്ട് ഫാത്തിമ ബീവിയുടെ ജീവിതം വേണ്ട പെണ്ണ്, ആയിഷ ബീവിന്റെ ജീവിതം വേണ്ട പെണ്ണ്. അതുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് വാല് കേട്ട എന്റെ ചെറുപ്പക്കാരാ, എന്റെ യുവതികളെ, യുവാക്കളെ, പടച്ചവനെ മതിമറന്നുകൊണ്ട് മലീമസമാകുന്ന മനസ്സുകൊണ്ട് ഈ ദുനിയാവിന്റെ മലീമസങ്ങൾ എടുത്ത് നെഞ്ചിലേക്ക് കയറ്റല്ലേ. അല്ലാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട്, പടച്ചവനെ കുറിച്ചൊന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ദുനിയാവിലൂടെ സഞ്ചരിച്ച അല്ലാഹു നിനക്കൊരു വഴി തുറന്നു തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹുവിനെ ഓർത്ത് പടച്ചവനെ ഇഷ്ടപ്പെട്ട് അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ കൊണ്ടുവന്ന ആര് ജീവിച്ചോ അവനിക്ക് പരാജയമില്ല. അതുകൊണ്ട് സഹോദര, ഒരൊറ്റ കാര്യം കൂടി മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, ആണും പെണ്ണും യുവത്വവും വയസ്സായവരും അല്ലാത്തവരും ഒക്കെ അവനവന്റെ മരണത്തെ കുറിച്ച് ഓർക്കണം, അവൻ ഖബറിൽ പോകുന്നതിനെ കുറിച്ച് ഓർക്കണം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാ. എന്റെ സഹോദര, മരണം, ഖബർ, ഇതൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ യുവത്വം നഷ്ടപ്പെടില്ല, യുവത്വം പാഴാകൂല, പടച്ചവനിക്ക് വേണ്ടി കൊടുക്കും. അതുകൊണ്ട് എന്റെ യുവാക്കളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരേ ഒരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാ. മുസ്തഫായ നബി തങ്ങൾ സ്വഹാബാക്കളെ വിളിച്ചു കൂട്ടിയെന്നാണല്ലോ ആദ്യം പറഞ്ഞത്. അതേ സദസ്സിൽ ഇരുന്നു കൊണ്ട് സ്വഹാബാക്കളോട് പറഞ്ഞു, സഹാബത്തേ, എന്തിനാ നിങ്ങൾക്ക് അല്ലാഹു ശരീരം തന്നത്? എന്തിനാ നിങ്ങൾക്ക് അല്ലാഹു തആല ശരീരം തന്നത്? സ്വഹാബാക്കൾ പറഞ്ഞു, നബിയെ, നിബിതങ്ങൾ എന്തു പറയുന്നു അതങ്ങോട്ട് ചെയ്യല. മരത്തിൽ കയറണോ മരത്തിൽ കയറും, അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യും, ഒക്കെ ചെയ്യും. നിബിതങ്ങൾ പറഞ്ഞു, സമ്മതിച്ചു, നിങ്ങൾ ഇബാദത്ത് ചെയ്യും, അതൊക്കെ കാര്യം ശരിയാ. ഇനി എന്തിനു വേണ്ടിയാ നിങ്ങൾക്ക് ആരോഗ്യം തന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യത്തിന് മറുപടിയായി ഒന്നും പറയാനില്ലാതെ സഹാബാക്കൾ ഇരിക്കുമ്പോ മുസ്തഫായ നബിതങ്ങൾ പറഞ്ഞു, സഹാബാക്കളെ, എന്റെ ചോദ്യത്തിന് ഉത്തരം തരാ നിങ്ങൾക്ക് ഇന്ന് കഴിഞ്ഞില്ല. എന്നാൽ ഞാൻ പറയട്ടെ, എന്റെ ഒന്നാമത്തെ കാര്യമേതാ? അത് മറ്റൊന്നുമല്ല, അത് ഖബറാണ് സ്വഹാബാക്കളെ. ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ട് ഏകാന്തതയുടെ മൂകാന്തതയിൽ ചെന്ന് കിടക്കേണ്ടുന്നൊരു ഭവനമുണ്ട്. നിന്റെ തടി മാത്രമാണ് അവിടെ ഉള്ളത്. നിന്റെ റൂഹിനെ അല്ലാഹു വലിച്ചെടുക്കുന്ന സമയം പറയാ, നിന്റെ ആരോഗ്യം നിന്റെ ശരീരത്തിലുള്ളത്, നിന്റെ റൂഹ് പിരിഞ്ഞു പോയാ 6 അടി മണ്ണിൽ നിന്ന് കൊണ്ടുവച്ചിട്ട് മലക്കുകളൊക്കെ കടന്നു വരുമ്പോ, ചോദ്യം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിരിയുമ്പോ, സുബ്ഹാനല്ലാഹ്, പിന്നെ നിന്നോട് മത്സരിക്കാൻ കടന്നു വരുന്നതാരാ? ചിതലും പുഴുക്കളും തവളം പൊരുത്തുള്ളതിൽ സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. നിന്റെ കണ്ണിന്റെ സ്ഥാനത്തേക്ക് പുഴുക്കൾ മത്സരിക്കുകയാണ്. ഷമീറല്ല പറഞ്ഞത്, ഒരിക്കലും കളവ് പറയാത്ത റിസാലത്തിന്റെ ചുണ്ടിനുടയവന്, മദീനയുടെ രാജകുമാരാ മുഹമ്മദ് മുസ്തഫ, നിന്റെ
നിന്റേതായിട്ടുള്ള കണ്ണതാ പുഴുക്കുകയാണ്, നിന്റെ കണ്ണിന്റെ സ്ഥലത്ത് ദൂരം വീഴുകയാണ്. സ്വഹാബാക്കളെ ശരീരമൊക്കെ ഒരുകിപ്പോവുകയാണ്. നിന്റെ കണ്ണിലേക്ക് ഒരു പുഴു അങ്ങോട്ട് കയറുമ്പോ അതിനേക്കാൾ മുമ്പേ നിന്റെ ശരീരത്തിന്റെ മാംസള ഭാഗങ്ങൾ കൊത്തി വലിക്കാ മറ്റുള്ള പുഴുക്കൾ മത്സരിക്കും സ്വഹാബാ, മത്സരിക്കും സ്വഹാബാ. നിന്റെ സുന്ദരമാക്കപ്പെട്ട ശരീരം എവിടെ? നിന്റെ ആരോഗ്യം എവിടെ? നിന്റെതായിട്ടുള്ള തന്റെ ഇടം എവിടെ? പറഞ്ഞില്ലേ നിന്നെ കൊണ്ട് കബറിൽ വെക്കുമ്പോ ജാരിയായ സദഖയുണ്ടെങ്കിൽ രക്ഷപ്പെടുമെന്നോ? പറഞ്ഞിട്ട് എത്ര പേരാ കൊടുക്കുന്നത് പ്രിയപ്പെട്ടവര്? ഇന്ന് കൊടുക്കാൻ നമ്മുടെ മനസ്സനുവദിക്കുന്നില്ല. നാളെ മക്കൾക്ക് വേണ്ടി കൊടുക്കാൻ വെച്ചിരിക്കുന്ന കാശ, ഭാര്യക്കഥ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വെച്ചിരിക്കുന്ന കാശ, ഇന്ന് കടുവപ്പള്ളിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ചോദിക്കുമ്പോ ഇതാ ചെറുപ്പക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച എന്റെ മക്കള് പട്ടിണിയാകുമല്ല അല്ലാ, എന്റെ ഭാര്യ പട്ടിണിയാകുമല്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവന് ആരടി മണ്ണാകുന്ന കബറിലേക്കൊന്ന് ചൊല്ലുമ്പോ നിനക്ക് രക്ഷപ്പെടാ വല്ലതുമുണ്ടോ? വല്ലതുമുണ്ടോ? ഇല്ല, ഇല്ല. നിന്റേതായിട്ടുള്ള കവളുകൾ പുഴുക്കൾ തിന്നുകയാണ്, നിന്റെ ശരീരങ്ങൾ പുഴുക്കൾ തിന്നുകയാണ്, നിന്റെ അവയവങ്ങൾ പുഴുക്കൾ തിന്നുകയാണ്. അവസാനം പൊന്നുമോനെ ഒന്നുമില്ല, നിന്റെ അസ്ഥികൾ മാത്രമാവുകയാണ്. നിന്റെ ശരീരത്തിന്റെ തോലുകൾ കടിച്ചു പറിച്ചില്ലേ? നിന്റെ അവയവങ്ങൾ കടിച്ചു പറിച്ചില്ലേ? നിന്റെ കണ്ണുകളെല്ലാം അഴുകിയിട്ട് രണ്ട് ദൂരം മാത്രമാകുന്നവരവസ്ഥ. ധൈര്യമുണ്ടോ സഹോദര ഒരു ഖബറിന്റെ ഉള്ളില് ഒന്ന് ചെന്നുകൊണ്ട് നോക്കാ സങ്കോചമുണ്ടോ? ഇല്ല, ഇല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞുരുക്കുകയാണ്, എന്റെ മുസ്ലിമേ, റബ്ബിന് വേണ്ടി പണിയെടുത്തോ, പടച്ചവനെ കുറിച്ച് ഓർത്തോ. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, എന്റെ യുവാക്കളെ, പടച്ചവന്റെ പടപ്പുകളാകുന്ന നമ്മള് പാരിൽ അള്ളാഹുവിന്റെ പാരിതോഷങ്ങൾ നേടിക്കൊണ്ട് നടക്കുമ്പോ പടച്ചവന്റെ തീരുമാനങ്ങൾക്ക് വില കൽപ്പിക്കാതെ കള്ളിന്റെ പിന്നാലെ പരക്കം പായുമ്പോ, അനാവശ്യത്തിന്റെ ആർഭാടത്തിന്റെ പിന്നാലെ പരക്കം പായുമ്പോ എന്റെ പൊന്നുമോനെ ഇവിടെ വെച്ചു കൊന്നുറപ്പിച്ചു. അൽഹംദുലില്ലാഹ്, അൽ ഹസാന്റെ സംഘാടകര് ഇതുപോലെ ഒരു വാദിന്റെ പരിപാടി വെച്ചപ്പോ എനിക്ക് നല്ലതുപോലെ നേടിയെടുക്കാൻ പറ്റിയല്ലോ. എന്റെ ഖബറിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ജീവിക്കാൻ പറ്റിയല്ലോ, മരണത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് ജീവിക്കാൻ പറ്റിയല്ലോ. അൽഹംദുലില്ലാഹ്, 1000 രൂപയെങ്കിലും കൊടുത്തുകൊണ്ട് കടുവപ്പള്ളിയാകുന്ന പരിശ്രമത്ത് പോയി കിടന്നിട്ട് ഒന്ന് വിശ്രമിക്കാം. എല്ല റബ്ബേ, അതിനുള്ള ധൈര്യം നമുക്കില്ലാതെ പോയില്ലേ? അല്ലാഹുവിന് വേണ്ടി ചോദിക്കുമ്പോൾ കൊടുക്കാൻ മനസ്സില്ലല്ലോ. ഇബ്ലീസ് കടന്നു കൂടല്ലേ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ മഹാരഥന്മാർ കിടന്നുറങ്ങുന്ന മണ്ണ, കടുവയിൽ തങ്ങൾ പോലുള്ളവർ കിടന്നുറങ്ങുന്ന മണ്ണ. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് വാതിന്റെ സദസ്സിൽ പോയാൽ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാൽ, പ്രയാസമാണെന്ന് തോന്നിയ കടുവത്തങ്ങളുടെ പേർക്കൊരു ഫാത്തിഹ ഓതിയിട്ട് ഈ പാവപ്പെട്ടവൻ കേറിയ പരാജയപ്പെട്ടിട്ടില്ല, പെട്ടിട്ടില്ല. ഇന്ന് കടുവത്തങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് 100% ഉറപ്പാട്. ഇങ്ങനെയുള്ള മഹാനുഭാവൻ കിടന്നുറങ്ങുമ്പോ ഇതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ചോദിക്കുമ്പോ പല പല പ്രഭാഷണങ്ങളിൽ അവരെ കുറ്റം പറയുന്നവരല്ലേ നമ്മള്? അവരുടെ ഖബറിൽ പോകണ്ടെന്ന് പറയുന്നവരല്ലേ പലരും? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തേ, അവരുടെ ഖബറിൽ പോയിട്ട് ദുആ ചെയ്യണ്ട എന്ന് പറയുന്നവര് ഈ പരിസരത്തുണ്ടെന്നറിഞ്ഞപ്പോ വിഷമം തോന്നിപ്പോയി ചെറുപ്പക്കാരാ, വിഷമം തോന്നിപ്പോയി ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂല് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബറിൽ പോയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഖദീജ ബീവിക്ക് വേണ്ടി ദുആ ചെയ്തില്ലേ? എല്ലാ ബഹുമാനപ്പെട്ട ഖൈബറിലെ എല്ലാ ഷഹീദായ ശുഹദാക്കളുടെ ഖബറിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ചെന്നുകൊണ്ട് ദുആ ചെയ്തില്ലേ? പിന്നെന്തുകൊണ്ടാ നമുക്ക് ചെയ്താലുള്ള കുഴപ്പം? എന്റെ സഹോദരാ, വേണ്ട വേണ്ട, അല്ലാഹുവിന്റെ ഔലിയാക്കളെ കുറ്റം പറയല്ലേ, അവിടെ പോകുന്നവരെ കുറ്റം പറയല്ലേ. എന്തുകൊണ്ടാ നിനക്ക് രോഗം മാറാത്തത്? എന്തുകൊണ്ടാ നിനക്ക് അസുഖം മാറാത്തത്? അവരുടെ ശാപവും മേടിച്ചുകൊണ്ട് നടന്ന
നിനക്ക് രക്ഷയില്ല, രക്ഷയില്ല. അതുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് ഉറപ്പിച്ചോ, 6 അടി മണ്ണ് മുമ്പിലുണ്ട്, മരണം മുമ്പിലുണ്ട്, സിറാത്ത് പാലം മുമ്പിലുണ്ട്, നരകം നമ്മുടെ പിന്നിലുണ്ട്, സ്വർഗം നമ്മുടെ മുമ്പിലുണ്ട്. ഏതിന് വേണമെങ്കിലും നിങ്ങൾക്ക് അമൽ ചെയ്യാ. പടച്ചവനേ, ഇവിടെ ഒരുമിച്ച് കൂടി നമ്മളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, നിന്റെ സ്വർഗം തരണേ അല്ലാ. അവസാനം മുസ്തഫ നബി തങ്ങൾ സദസ്സ് സ്വലാത്ത് ചൊല്ലി പിരിക്കാൻ പോകുന്ന സമയത്ത് പറഞ്ഞു, സഹാബാക്കളെ, ഒന്ന് മാത്രമാണ് പറയാനുള്ളത്, നിങ്ങളുടെ യുവത്വം നഷ്ടപ്പെടുത്തല്ലേ, അത് പാഴാക്കല്ലേ, പാഴാക്കല്ലേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്ത് പിരിഞ്ഞുവെങ്കിലോ എന്റെ സഹോദരാ, മുത്തുനബിക്ക് വേണ്ടി ജീവിതം മാറ്റിക്കോ. അതിനല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അതിനല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, തൗഫീഖ് തരട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് പടച്ചോനെ കുറിച്ച് ഓർത്തോ. റഹ്മാനായ അല്ലാഹ്, ദയാലുവായ പടച്ചവനെ, കാരുണ്യവാനായ അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, സഹോദരങ്ങൾ, ഉപ്പമാര്, ഉമ്മമാര് എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇന്നിവിടത്തേക്ക് വാള കേൾക്കാ കൊല്ലത്തുനിന്ന് വന്നവരുണ്ട്, മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകളുണ്ട്. പടച്ചോനെ, അവർക്കെല്ലാം ഇവിടെ വന്നതിന്റെ പ്രതിഫലം നിന്റെ സ്വർഗമല്ലാതെ കൊടുക്കല്ലേ അല്ലാ. ഈ സദസ്സിൽ രോഗികളായിട്ട് ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് രോഗത്തിനെ മാറ്റണേ അല്ലാ, ബുദ്ധിമുട്ട് മാറ്റണേ അല്ലാ, പ്രയാസം മാറ്റണേ അല്ലാഹുവേ. ഇവിടെ ഹദിയ ചെയ്തവരാരൊക്കെയാ അല്ലാഹുവേ, അവരുടെ എല്ലാ സമ്പത്തുകളിലും നീ ബറക്കത്ത് ചൊരിക്കണേ അല്ലാ.